അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1181 കോടി 63 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം കുറ്റ്യാടി മണ്ഡലത്തിൽ ആകെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ ദിവസം മുൻ MLA ഇത്രയും സംഖ്യ കാണാനില്ലെന്നും വികസനം ഫ്ലക്സിലല്ല മണ്ണിലാണ് വേണ്ടത്, ജനങ്ങളെ കബളിപ്പിക്കുന്ന PR ഗിമ്മിക്കാണ് കുഞ്ഞമ്മദ്കുട്ടി മാഷ് നടത്തുന്നത് എന്നും ആരോപിക്കുകയുണ്ടായി. വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലാകമാനം വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതിനകം സുപ്രധാന മാധ്യമങ്ങളെല്ലാം നടത്തിയ പരിശോധനകളിൽ, സർവേകളിൽ വ്യക്തമായിട്ടുണ്ട്. പൊതുവെ കേരളത്തിലെ UDF ഈ വികസന നേട്ടങ്ങളെ മറച്ചുവെക്കാനും ഇകഴ്ത്തിക്കാണിക്കാനും വലിയ പരിശ്രമം നടത്തിവരികയാണ്. ആ പൊതു നിലപാടിൻ്റെ ആവർത്തനമാണ് കുറ്റ്യാടി മണ്ഡലത്തിലെ വികസനം സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മുൻ MLAയും UDF നേതാക്കളും ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാനാണ് UDF ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. വികസന പ്രശ്നങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കണം. ആശയക്കുഴപ്പത്തിലാകുന്ന വോട്ടർമാരുടെ ഏതെങ്കിലും വോട്ട് തങ്ങൾക്ക് അനുകൂലമായി മാറുമെങ്കിൽ അതാവട്ടെ എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്ന് അവരുടെ സമീപനത്തിൽ നിന്ന്, അവരുടെ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമാണ്. MLAയുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പിൽ 547 കോടി, കിഫ്ബി പദ്ധതികൾ 258 കോടി, പൊതുമരാമത്ത് റോഡുകൾ 110 കോടി, ഉൾനാടൻ ജലഗതാഗതം 86 കോടി, ആരോഗ്യമേഖലയിൽ 32 കോടി, MLA ഫണ്ട്